പേരെന്നാ മോനെ? ആദിത്യൻ. വീട് എവിടെയാ? ഇടുക്കിയാണല്ലേ? കട്ടപ്പന. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടായിരുന്നു ആദിത്യൻ വന്നത്? പറഞ്ഞോ, മോൻ പറഞ്ഞോ. കണ്ണ് നിറം തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുമായിരുന്നല്ലേ? തീക്കനൽ പോലെയായിരുന്നു എന്നും. ഒന്ന് നോക്കി, ഇങ്ങോട്ട് നോക്കി. ആദ്യത്തേൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ? മൂക്കടപ്പ്, തുമ്മൽ, ശ്വാസം മുട്ടൽ, അലർജി പ്രശ്നങ്ങൾ. ഇപ്പം ആദ്യത്തേൽ നിന്നും എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും? മാറിയിട്ടുണ്ട്. 80%. നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിന് പ്രകാരം ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് തുടങ്ങി, ഇതിൻ്റെ ഇഞ്ചക്ഷനും എടുത്ത് തുടങ്ങി അല്ലേ? ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം എത്ര ഡ്രോപ്സ് വീതം എടുക്കുന്നുണ്ട് ഇമ്മ്യൂണോതെറാപ്പിയുടെ? 5. ഓക്കെ. നമുക്ക് അലർജി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കണം കേട്ടോ. 80 നമുക്ക് 100% മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഈ അലർജി പ്രശ്നങ്ങൾ ജീവിതാവസാനം വരെ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാക്കിക്കഴിഞ്ഞു. ചിലർക്കത് കണ്ണ് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് മൂക്കടപ്പ്, തുമ്മൽ തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും. ഈ കണ്ണ് ചൊറിഞ്ഞിട്ട് കണ്ണിനുള്ളിൽ വരെ ഈ മുറിവുകളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അലർജി കാരണമേ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായിരുന്നാലും നിങ്ങളുടെ അനുഭവം ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 96057 ഓക്കെ. ഇടുക്കി കട്ടപ്പനയാണ് വീടല്ലേ? ഓക്കെ. നമ്മളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഓർക്കാൻ എളുപ്പമുള്ളൊരു നമ്പർ 8877116672. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചെന്നാലും നമ്മൾ അലർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തായാലും ആദ്യത്തിന് പൂർണ്ണമായിട്ടും ഈ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്നുള്ള പ്രശ്നമായിരുന്നു ആദ്യത്തിന് ഏറ്റവും മെയിനായിട്ട് നിന്നിരുന്നത്. ഈ കണ്ണിന് ആകെ ചുമന്നിരിക്കുന്നു. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുള്ളതാണോ, കള്ളു കുടിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ആണല്ലേ? ഒത്തിരി എടുത്ത് ചെയ്തായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം എന്താ തോന്നുന്നത്? അതിൽ നിന്ന് പിന്നെ ഈ രാവിലെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് അതൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ കൃഷിപ്പണിയാണ്. ഓക്കെ ആദിത്യൻ, എന്താണ് അംബിഷൻ? എന്താ ആരാവണമെന്ന് ആഗ്രഹം? എൻജിനീയർ ആവണമെന്ന്. ഓക്കെ മോനെ, എന്നാൽ ശരി, താങ്ക് യു.